നമസ്കാരം. കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഏതാണ്ട് 2014-15 കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഞാനിന്നിവിടെ ഈ കഥ പറയുന്നത്. ആ കാലഘട്ടത്തിൽ കൂട്ടുകാരോടൊപ്പം ഒരു യാത്ര പോവുകയും ആ യാത്രയിലുണ്ടായ ഒരു രസകരമായ അനുഭവമാണ് ഈ കഥയുടെ ആധാരം. ഞങ്ങളൊരു 3-4 പേര് ചേർന്ന് ഒരു അവധി ദിവസം, ഒരു റിപ്പബ്ലിക് ഡേയുടെ ഹോളിഡേ ദിവസമാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ഈ 4 പേര് ചേർന്നിട്ട് രാവിലെ യാത്ര പോകുന്നത്. കൂട്ടുകാരൻ്റെ തന്നെ കാറിലാണ് യാത്ര. അവൻ കാറൊക്കെ മേടിച്ചിട്ട് 3-4 മാസമായിട്ടേ ഉള്ളൂ. വണ്ടിയൊക്കെ അവൻ ഓടിക്കാൻ ശരിക്ക് പഠിച്ച് വരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ യാത്ര പോകുന്നത്. യാത്ര വേറെ അങ്ങോട്ടല്ല, മധ്യകേരളത്തിൽ നിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമായ വാഗമണിലേക്ക് തന്നെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഞങ്ങളൊക്കെ ആ കാലത്ത് ജോലി ചെയ്യുന്നത് ചേർത്തലയിൽ ഇൻഫോ പാർക്കിലാണ്. ചേർത്തലയിൽ ഇൻഫോ പാർക്ക് ഉണ്ടെന്നൊക്കെ പലർക്കും അക്കാലത്ത് അറിയില്ല. അങ്ങനെ ചേർത്തല ഇൻഫോ പാർക്കിൽ നിന്ന് ഞങ്ങൾ 4 പേരും കൂടി ഈ കാറിനകത്ത് തവണക്കടവിൽ നിന്ന് വൈക്കത്തേക്ക് പോകുന്ന ജങ്കാറിലൊക്കെ കയറി വൈക്കത്ത് വന്നിട്ട് വൈക്കത്തുനിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിലൊക്കെ വരുന്ന മ്യൂസിക് കൺട്രോള്, അത് ഒരു മിഡ് റേഞ്ച് കാറുകളിലൊക്കെ വളരെ വിരളമായിട്ടേ വന്നിട്ടുള്ളൂ ആ കാലഘട്ടത്തൊക്കെ. അതിപ്പോൾ എല്ലാ കാറുകളിലും സാധാരണമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പോകുന്ന ഈ കാറിലും മ്യൂസിക് കൺട്രോളിൻ്റെ ബട്ടൺസ് സ്റ്റിയറിംഗ് വീലിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കാറിന് ചെറിയൊരു മ്യൂസിക് കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു ചെറിയൊരു തകരാറ്. അതിൻ്റെ മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നു. പണ്ടൊക്കെ ഈ USB കണക്ട് ചെയ്തിട്ട് അതിനകത്തൂടെയാണ് പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ USB എന്നുള്ള മോഡ് മാറിപ്പോയിട്ട് പാട്ട് വന്നു പോകുന്നു. ഒരു പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒന്ന് നടു നിവർത്താനും ഒക്കെ ആയിട്ട് വണ്ടി നിർത്തി. അവിടെയുള്ളൊരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് തിരിച്ചിറങ്ങി വന്നപ്പം കാറിൻ്റെ ഓണർ പറഞ്ഞു, ഇനി ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, ഇനി നല്ല വളവും തിരിവുള്ള വഴിയല്ലേ, നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിലെ പ്രോ ഡ്രൈവറുടെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തു. അവൻ താക്കോൽ മേടിച്ച് വണ്ടി കയറി വണ്ടി ഓടിച്ചു തുടങ്ങി. കുറച്ച് ദൂരം കൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മോഡ് ഇടയ്ക്കിടയ്ക്ക് മാറി തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്ത് 1-2 തവണ ഈ വണ്ടി ഓടിക്കുന്ന ആൾ ഇതിൻ്റെ മോഡ് മാറ്റി. അപ്പോൾ പുറകെ ഇരുന്നുകൊണ്ട് വണ്ടിയുടെ മുതലാളി പറഞ്ഞടാ, ആ മോഡ് മാറ്റാൻ നിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ബട്ടൺ ഉണ്ടോ, അതേ പിടിച്ച് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് അവനത് ആദ്യം വന്നില്ല. അവനതുകൊണ്ടാണ് പെട്ടെന്ന് ഈ മ്യൂസിക് കൺട്രോളിൻ്റെ സിസ്റ്റത്തിലേക്ക് പോയത്. അങ്ങനെ വീണ്ടും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. കുറേയും കൂടെ ദൂരം പിന്നിട്ടു. വലിയൊരു വളവിലേക്ക് നമ്മുടെ വണ്ടി എത്തുക. ഒരു 19 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്പീഡിൽ നമ്മുടെ വണ്ടി ചെന്ന് ആ ഒരു വലിയ വളവ് തിരിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ വളവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗിയറൊക്കെ ഡൗൺ ചെയ്ത് വണ്ടി കൺട്രോളിലാക്കി കൊണ്ടുവരുന്നതിനിടയ്ക്ക് നമ്മുടെ മ്യൂസിക് സിസ്റ്റം വീണ്ടും പണി തന്നു. അതിൻ്റെ മോഡ് മാറിപ്പോയി. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഉടനെ തൊട്ടടുത്തിരുന്ന ആളോട് പറഞ്ഞു, അഖിലേട്ടാ ആ മോഡൊന്ന് മാറ്റിയേക്കാൻ പറഞ്ഞു. അഖിലേട്ടൻ കേട്ട പാതി കേൾക്കാത്ത പാതി 90 ഡിഗ്രി തിരിഞ്ഞു നിന്ന സ്റ്റിയറിംഗ് വീല് പിടിച്ച് നിവർത്തിയിട്ട് അതിൻ്റെ മോഡ് ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്തു. വണ്ടി വളവ് തിരിയാതെ നേരെയുള്ളൊരു മതിലും ഇടിച്ച് വിളിച്ചിട്ട് ഒരു വീട്ടുമുറ്റത്തേക്ക് ചെന്ന് നിൽക്കണേ. ആ വീടിൻ്റെ മുറ്റത്ത് പടിയിലിരുന്ന് ഒരു ചേട്ടൻ പത്രം വായിക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ മുന്നിൽ വണ്ടി പോയി നിൽക്കുക. ആ ചേട്ടൻ പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി 4 എണ്ണത്തെയും പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അങ്ങനെ ആ ചേട്ടൻ ട്രിപ്പിൻ്റെ തന്നെ മോഡങ്ങ് മാറ്റി. എല്ലാവർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. ചെറിയ മുറിവുകളും ചതവുകളും ഒക്കെ ആയിട്ട്
4 കാലിലും കയ്യിലും ഒക്കെ വെച്ച് കെട്ടി ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ കിടത്തിയേക്കുക. അപ്പോൾ കാഷ്വാലിറ്റി കിടത്തി കഴിഞ്ഞപ്പം നമ്മുടെ അഖിലേട്ടൻ നടുക്ക് കിടപ്പുണ്ട്, വണ്ടി ഓടിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്, വണ്ടിയുടെ മുതലാളി അങ്ങേറ്റത്തിരിപ്പുണ്ട്. വണ്ടിയുടെ മുതലാളി ചോദിച്ച്, ഇങ്ങേർക്കോ ബോധമില്ല, നിനക്ക് ആ ബ്രേക്കെങ്കിലും ഒന്ന് ചവിട്ടിക്കൂടായിരുന്നോടാ? അപ്പോൾ പ്രോ ഡ്രൈവർ പറയുക, സ്റ്റിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള തല്ലുകൂടലിനിടയ്ക്ക് ബ്രേക്ക് ചവിട്ടാൻ മറന്നുപോയെന്ന്.